വെള്ളിത്തിരയുടെ ദൃശ്യവിസ്മയങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിക്കലും മടുക്കാത്ത സിനിമയുടെ ഹരിത വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. സിനിമ ഒരു വിനോദം മാത്രമല്ല, വിവേകം കൂടിയാണെന്ന് മറക്കരുത്. ഇന്നാദ്യം സ്വരമായി നാദമായി. ഇനി ചിത്രം ചലച്ചിത്രം. സിനിമയുടെ സാങ്കേതിക പ്രവർത്തനങ്ങളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്ന ഈ വിഭാഗം സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ചിത്രം ചലച്ചിത്രത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രശസ്ത ക്യാമറമാൻ ശ്രീ അളകപ്പൻ സാറാണ്. ക്യാമറ ലൈറ്റിങ്ങിനെ പറ്റിയും ഛായാഗ്രഹണത്തെ പറ്റിയുമെല്ലാം പ്രേക്ഷകരോട് ഒരല്പനേരം സാർ സംസാരിക്കുന്നു. സർ, ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അവർക്കിപ്പോൾ എന്തൊക്കെയാണ് ക്യാമറയുടെ ടെക്നിക്സെന്നും പുതിയ ടെക്നോളജിയെ പറ്റിയും അത്ര അറിയത്തില്ലായിരിക്കും. അപ്പോൾ പഴയ ക്യാമറയും ഇപ്പോഴത്തെ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ എത്രത്തോളം വളർന്നു എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? ടെക്നോളജി ഡേ ബൈ ഡേ ഇൻക്രീസ് ആവുന്നല്ലേ എല്ലാ ഫീൽഡിലും. അത് ഡ്രസ്സിങ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഫുഡിൻ്റെയും എല്ലാത്തിനും ടെക്നോളജി ഇറ്റ്സ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇത് ഓരോരാളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പോഴും നമ്മൾ പഴയ സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നല്ലോ. അപ്പോൾ ആ ടെക്നോളജി ഇപ്പം നിലവിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടെക്നോളജി ഇറ്റ്സ് എ ഫാഷൻ. ഓരോ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ടെക്നോളജി. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. ചിലർക്ക് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലും ഇതിനെ പഴയതായിരുന്നു മതി. അന്ന് കണ്ട ചെമ്മീനാണ് ഇപ്പം ചെമ്മീനെ പോലെ ഒരു പടം ഉണ്ടാവില്ല എന്ന് പറയും. ചേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഓരോരോ ഇൻഡിവിജ്വൽ ടേസ്റ്റാണ് ഇതിൻ്റെ. ഇപ്പോൾ ക്യാമറ എന്ന് പറയുന്നത് അന്ന് വർക്ക് ചെയ്ത സെയിം ലൈറ്റിംഗ് പാറ്റേൺ, ലൈറ്റിംഗ് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം തന്നെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ കണ്ണിന് നമുക്ക് അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഏതാണെങ്കിലും അതൊരു പുതിയ ടെക്നോളജി ആയിട്ട് മാറും. അത് സെയിം ക്യാമറ വെച്ചും ചെയ്യാം, അല്ല പുതിയ ക്യാമറ വെച്ചും ചെയ്യാം. പുതിയ ക്യാമറ ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് മോഡേണൈസ് പിക്ചറൈസേഷൻ പോസിബിളാണ്. പഴയ ക്യാമറ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് ഒരു ബേസിക് അല്ലാതെ പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ടെക്നോളജി വളരുമ്പോൾ മിസ്യൂസിങ്, ഇപ്പോൾ ഒരാൾ ചെയ്ത് അത് വിജയിച്ചപ്പോൾ അതിന് പിന്നിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മറ്റു പടങ്ങൾ വിജയിക്കാതും ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഇറ്റ്സ് എ ഫാഷൻ പോലെ ആയി, അത് ഔട്ട് ഓഫ് ഫാഷൻ ആകുന്നു. പാട്ടിനൊക്കെ ഒത്തിരി ക്യാമറ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പലരും ഇത് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോവുക. പാട്ട് ഒരു അൺറിയലിസ്റ്റിക്, ലൈഫിൽ ഒരു അൺറിയലിസ്റ്റിക് ആണ്. പാട്ട് ഇപ്പം യഥാർത്ഥ ജീവിതത്തിൽ ആർക്കും ഉണ്ടാവാറില്ല. വെറുതെ പാടി നടക്കല്ലാതെ റോഡ് വഴിയാണ് പാടുന്നത്, പിന്നെ ഭാര്യ ഭർത്താവും പാടുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ ഫൈറ്റ് യഥാർത്ഥമാണ്. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഈ അഭിനയിക്കുന്ന എല്ലാവരുടെയും മാക്സിമം ഗ്ലാമറൈസ് ഉണ്ടാക്കണം. ഒരു ഗ്ലാമർ ഫോട്ടോഗ്രാഫി അത്. അതിൽ ചെയ്യുന്ന ലൈറ്റിങ്ങും സീൻ ലൈറ്റിങ്ങിൻ്റെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ലൊക്കേഷൻ സെലക്ഷൻസ്, പിന്നെ അതിൻ്റെ കാസ്റ്റ്യൂംസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറും. അപ്പോൾ അത് ഒരു ബിസിനസ് മൈൻഡ്, ഒരു പടത്തിൻ്റെ ഒരു മെയിൻ ബിസിനസ് മൈൻഡാണ്. ഈ പാട്ട് വയ്ക്കുന്നത് തന്നെ ഒരു റിലാക്സേഷൻ. സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എല്ലാം ഒരു ദുഃഖമായ സ്റ്റോറി ആണെങ്കിലും ഒരു ലവ് സ്റ്റോറി ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ ഒരു എൻജോയ്, ഒരു ആഡ് ഫിലിം വരുന്നത് കമേഴ്ഷ്യൽ ബ്രേക്ക് പോലെ. ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ ബ്രേക്ക്. പ്രേക്ഷകർ ഇഷ്ട സിനിമ അഭിപ്രായങ്ങളുമായി എത്തുന്ന എൻ്റെ സിനിമയാണ് അടുത്തത്. ഇന്ന് ഇഷ്ട സിനിമയെ പറ്റി സംസാരിക്കാൻ ആരാണ് എത്തുന്നതെന്ന് അറിയണ്ടേ? मनवा तेरे कौन सुने किसको परवा, तेरे कौन सुने किसको परवा, जा रे पागल मनवा
मतवारी किसकी बाट तकत मतवारी वो तो रहे लाज और न सो करवा तेरी कौन सुने किसको परवा ഇത് ജസ്രംഗി, പ്രശസ്ത സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീട്. എൻ്റെ സിനിമയിൽ അതിഥികളായി എത്തുന്നത് രമേശ് നാരായണും ഭാര്യ ഹേമയും. സിനിമയുടെ കാര്യം പറയുമ്പോൾ പഴയ സിനിമകളും പുതിയ സിനിമകളും ഒരേപോലെ ഇഷ്ടമാണ് എനിക്ക്. കാര്യം നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ എവിടേക്കും എത്തും, നമ്മളെവിടെയും മാറാതെ നമ്മൾ അതിൽ തന്നെ പിടിച്ചിരുത്തുന്ന സിനിമകൾ. പിന്നെ എനിക്ക് അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്ത സോഫ്റ്റ് ഫിലിമാണ് ഇഷ്ടം. ശരിക്ക് എന്നെ സ്വാധീനിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു, ഒരു ബംഗാളി ഫിലിം സുവർണരേഖ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമായിരുന്നു അത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം സോഫ്റ്റ് ഫിലിംസാണ്, മ്യൂസിക് ചെയ്തിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് മെലഡി സോങ് പോലെ, കാര്യം എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർക്ക് മെലഡി സോങ്സാണ് ഇഷ്ടം. ബഹളമുള്ള പാട്ടുകൾ കേട്ട് നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചാടി കളിക്കും, അത്രയുള്ളൊരു തമിഷികമായ കാര്യമാണ്. പക്ഷേങ്കിലും നല്ല പടങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നത്, നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഓർക്കാനുള്ള ഒരു സാഹചര്യമുള്ള പടങ്ങൾ. ചില വിഷ്വൽസൊക്കെ, ചില സിനിമയിൽ വിഷ്വൽസ് കണ്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 15 വർഷമായി ഞാൻ സുവർണരേഖ കണ്ടിട്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഫിലിമിൻ്റെ മൂഡ്സും പിന്നെ അതിലുള്ള മ്യൂസിക്കും ഒക്കെ എൻ്റെ ചെവിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ ഒരു ബേസിക് നമ്മൾ പഠിച്ച നമ്മളെ ഉള്ളിലുള്ളൊരു മ്യൂസിക് വരുമല്ലോ. അത് മാത്രമല്ല ഞാൻ മൂഡ്സിനനുസരിച്ചിട്ട്, ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു ഫിലിമിൽ ക്യാരക്ടർ വരുന്നത്, അല്ല ഏത് വിധത്തിലുള്ള പാട്ടാണ്, അതിനനുസരിച്ച് മേഘമലാർക്ക് ചെയ്തത്, അതുപോലെ ഗർഷോമൊക്കെ ചെയ്തത് ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയിരുന്നു. അത് ഹിന്ദുസ്ഥാനി തന്നെ വേണം എന്നുള്ള ഇൻസിസ്റ്റാണ്. അങ്ങനെയുണ്ട്. പിന്നെ ബാബുക്കുള്ള സമയത്ത് ഉണ്ടല്ലോ, ബാബുരാജിൻ്റെ സമയത്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് അദ്ദേഹം ഇൻസ്പയർഡായിട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ. ഇന്നലെ മയങ്ങുമ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊളി കേട്ടുണർന്നു. എനിക്ക് കൂടുതലായിട്ടും കുടുംബ ആയിട്ടുള്ള സിനിമയാണ് ഭയങ്കര ഇഷ്ടം. അണിയറ പ്രേക്ഷകർക്കായി ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നു. വെള്ളിത്തിരയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അയക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം കൂടുതൽ വിഭവങ്ങളുമായി.